വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇറ്റലിയിലെ സെറ്റ്സെ എന്ന പട്ടണത്തിൽ നിന്നുള്ള വിശുദ്ധനായ ചാൾസിനെ കുറിച്ചാണ്. ചാൾസിന്റെ മാതാപിതാക്കൾ ബുഗേറെ മർച്ചീനോ എന്ന് പറയുന്ന പിതാവും അതുപോലെ തന്നെ ആന്റോണിയോ മസിയാനോ എന്ന് പറയുന്ന മാതാവുമായിരുന്നു. ഇവർക്ക് 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 2 പെൺമക്കളും 5 ആൺമക്കളും ഇവർക്കുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു വിശുദ്ധ ചാൾസ്. 1613 ഒക്ടോബർ 19 ചാൾസിൻ്റെ ജനനം എന്നാണ് നമ്മൾ കരുതുന്നത്, വിശ്വസിക്കുന്നത്. ചെറുപ്പം മുതലേ വളരെ ഭക്തിയിൽ അവനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ അമ്മ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മാതാപിതാക്കൾ ഇപ്രകാരം പങ്കുവയ്ക്കുകയാണ്. അവനാകപ്പാട് ഒറ്റ ദിവസം മാത്രമേ കരഞ്ഞിരുന്നുള്ളൂ. അത് അവൻ്റെ കൂടാരത്തെ അല്ലെങ്കിൽ അവൻ്റെ കൂടാരത്തിൽ പൈശാചികമായിട്ടുള്ള ഒരു ആക്രമണം വന്ന ദിവസമാണ് അവൻ കരഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത്. ആകപ്പാട് ഒറ്റ ദിവസം മാത്രം. പിന്നീട് ഇവൻ വളർന്നു വന്നപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ ഇവനെ പലപ്പോഴും ഈ ഗ്രേ കളറിലുള്ള ഒരു കുപ്പായം ധരിപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ സന്യാസികളുടേതിന് സമാനമായിട്ടുള്ള ചാര കളറിലുള്ള ഒരു കുപ്പായം ഇവനെ ധരിപ്പിച്ചിരുന്നു. ഈ കുപ്പായം ധരിപ്പിക്കുമ്പോഴൊക്കെ ഇവൻ വളരെ ശാന്തനായി കാണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ജുവാൻ കാർലോ എന്നായിരുന്നു ചാൾസിൻ്റെ യഥാർത്ഥ പേര്. എന്ന് പറഞ്ഞാൽ ജോൺ ചാൾസ് അല്ലെങ്കിൽ ജോൺ കാർലോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരായിരുന്നത്. ഈ ഗ്രേ കളർ വസ്ത്രം ഇവനെ ധരിപ്പിക്കുമ്പോൾ ഇവൻ വളരെ ശാന്തനായി കാണപ്പെടുമ്പോൾ ഇവൻ്റെ അമ്മ ഇവനെക്കുറിച്ച് അയൽക്കാരോടൊക്കെ പറയും, നോക്കൂ ബാലനായ നമ്മുടെ ബ്രദർ ജോണിനെ നോക്കൂ എന്ന് പറയാറുണ്ട്. കാരണം സന്യാസ ജീവിതത്തോട് ഈ അമ്മയ്ക്ക് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു. തൻ്റെ മകനെ ഒരു സന്യാസിയാക്കണമെന്നും ഈ അമ്മ ആഗ്രഹിച്ചിരുന്നു. കാരണം ഈ അമ്മയ്ക്ക് സന്യാസത്തോടുള്ള ആഗ്രഹം തോന്നാനായിട്ടുള്ളൊരു കാരണം തൊട്ടടുത്തുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ എന്നും അവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്, അൽമായ കൂട്ടായ്മയുടെ ഒരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ചാൾസിൻ്റെ അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഈ സന്യാസ ജീവിതത്തോടുള്ളൊരു ഭക്തിയിലും സ്നേഹത്തിലും ചാൾസിനെ വളർത്താനായിട്ട് ഈ അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചാൾസിന് 7 വയസ്സായപ്പോൾ ഇവൻ്റെ മാതാപിതാക്കൾ ചാൾസിനെ അമ്മൂമ്മയുടെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ആയിരിക്കുമ്പോഴാണ് അവൻ വായിക്കാനൊക്കെ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ചാൾസിന് ഭയങ്കര താല്പര്യമായിരുന്നു എന്ന് ജീവചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം വായിച്ചത് മുഴുവൻ അത്ര നല്ലതല്ലാത്ത നോവലുകളും പിന്നെ വീരയോദ്ധാക്കളുടെ സാഹസികമായിട്ടുള്ള കഥകളുമൊക്കെയാണ്. ഇത് വിദ്യാഭ്യാസത്തോടുള്ളൊരു വെറുപ്പും അതുപോലെ തന്നെ മതത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങളും ഇദ്ദേഹത്തിൽ വരുത്തി. പല തെറ്റുകളും ഇദ്ദേഹം സ്കൂളിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ക്ലാസ്സിലൊക്കെ ടീച്ചർമാരുടെ കണ്ണിലെ കരടായിട്ട് മാറി എന്ന് പറയുന്നതായിരിക്കും ശരി. അതുപോലെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുറ്റകൃത്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ സ്കൂൾ അധികൃതരൊക്കെ ഒരുപാട് ഇവനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി. ആ സമയത്ത് തന്നെയാണ് വലിയൊരു ദർശനം ചാൾസിന് ഉണ്ടാകുന്നത്. ഈ 7 വയസ്സ് പ്രായത്തിലാണ് വലിയൊരു ദർശനം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അതായത് ദൈവം ഇങ്ങനെ ഇദ്ദേഹത്തെ മുകളിൽ നിന്നും നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ കുമ്പസാരിക്കാൻ പോലും പോകണ്ട, കാരണം എന്താണ്, നിന്നിൽ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റബോധം ഇവന് തോന്നി തുടങ്ങുന്നു. ഇദ്ദേഹം തീരുമാനിക്കുകയാണ്, ഞാൻ കുമ്പസാരിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്, ദൈവം പോലും എന്നെ കൈവിട്ടു, ദൈവം പോലും എന്നെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം ഇത് ദൈവമാണ് പറഞ്ഞത്, നീ ഇനി കുമ്പസാരിക്കാൻ പോലും പോകണ്ട, കാരണം നിന്നിൽ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ദൈവം പോലും പറയുന്നതായിട്ട് ഇവന് തോന്നുകയാണ്. അങ്ങനെ ഒരു ദർശനം ഇവനുണ്ടാവുകയാണ്. ഇവനിതേപ്പറ്റി കുറേ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ടും കൽപ്പിച്ച് ഇവൻ അവിടുത്തെ പള്ളിയിലെ വികാരിച്ചൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. വെച്ചാൽ എനിക്ക് ഇങ്ങനൊരു ദർശനം ഉണ്ടായി, ദർശനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നീ കുമ്പസാരിക്കാൻ പോലും പോകേണ്ട, കാരണം നിന്നിൽ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. ആ വിശുദ്ധനായിട്ടുള്ള വികാരിച്ചൻ ഇവനെ ദൈവകരുണയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, ഇത് പിശാചിൻ്റെ ഒരു തട്ടിപ്പാണ്. കാരണം ദൈവം ഒരിക്കലും അങ്ങനെ പറയുകയില്ലല്ലോ, കുമ്പസാരിക്കാൻ പോലും പോകണ്ട എന്ന രീതിയിൽ ദൈവം ഒരിക്കലും സംസാരിക്കുകയില്ല എന്ന് ഇവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ വികാരിച്ചൻ. അവനങ്ങനെ വളരെ സന്തോഷത്തോടെ ആ ദേവാലയത്തിൽ നിന്ന് തിരികെ വരികയാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവന് കഠിനമായിട്ടുള്ളൊരു രോഗം പിടിപെടുന്നു. രോഗത്തിൻ്റെ കാരണങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പരാമർശിക്കുന്നില്ല. പക്ഷേ വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു രോഗം ഇവനെ പിടികൂടുന്നു. ഇവൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് മാറുകയാണ്. ഈ രോഗത്തിൻ്റെ ക്ഷീണവും മറ്റു കാരണങ്ങളൊക്കെ കാരണം ഇവൻ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിട്ട് തീരുകയാണ്. അങ്ങനെ ഈ മുത്തശ്ശിയുടെ വീട്ടിലെ രോഗബാധിതനായി കിടക്കുന്ന ചാൾസിനെ കാണാനായിട്ട് ഇവൻ്റെ മാതാപിതാക്കൾ വരികയാണ്. മാതാപിതാക്കൾ വരുമ്പോൾ അവർ വിചാരിക്കും ഇവൻ്റെ വെറും അടവാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ചുമ്മാ ഇവൻ്റെ
ഈ ശ്രദ്ധയൊന്നും തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് ജീവചരിത്രത്തിൽ പറയുന്നത് പ്രകാരമാണ്, ഒരു നാണയം എടുത്തിട്ട് ഇവർ ചുമ്മാ നിലത്തേക്ക് ഇട്ട് നോക്കുകയാണ്. ഈ നാണയം വീഴുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവൻ്റെ ഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ കുഞ്ഞൊരു പരീക്ഷണം നടത്തുകയാണ്. ഒരു നാണയം എടുത്ത് നിലത്തിട്ട് നോക്കുകയാണ്. ഇവൻ ആ പരിസരത്തേക്ക് പോലും നോക്കുന്നില്ല എന്നുള്ളതാണ്. അതൊന്നും അവനെ ഒരു ഏശുന്നില്ല എന്നുള്ളതാണ്. അവൻ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അവൻ രോഗബാധിതനായി തന്നെ കിടക്കുകയാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമാകും. ഈ മാതാപിതാക്കൾ ചോദിക്കും, ഞങ്ങൾ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതല്ലേ, ഇപ്പോൾ ഈ സമയത്ത് നിനക്ക് എന്താണ് വേണ്ടത്, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ തരാം എന്നുള്ള രീതിയിൽ മാതാപിതാക്കൾ ചോദിക്കുകയാണ്, ഞങ്ങൾ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ബാലനായിട്ടുള്ള ഈ പയ്യൻ പറയുകയാണ്, മാതാപിതാക്കളോട് പറയുകയാണ്, എനിക്ക് ആകെപ്പാടെ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങൾ എനിക്കൊരു കുരിശ് കൊണ്ടുവന്നതായോ എന്ന് പറയുകയാണ്. നിങ്ങൾ എനിക്കൊരു കുരിശ് കൊണ്ടുവന്നതായോ. ഉടനടി ഇവൻ്റെ പിതാവ് പുറത്തേക്ക് ഓടുന്നുണ്ട്. അവിടെ നിന്നൊരു കുഞ്ഞൊരു കുരിശ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇവൻ ആ കുരിശിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദൈവത്തോട് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് മാതാപിതാക്കളോട് പറയുകയാണ്, നല്ലവനായ ദൈവം ഈ കുരിശിലൂടെ എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്തിരിക്കുന്നു. എൻ്റെ രോഗങ്ങളൊക്കെ ഇപ്പം എന്നെ വിട്ടുമാറി. ഞാനിപ്പോൾ സന്തോഷവാനാണ്, സമ്പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയുകയാണ്. ഈ സംഭവത്തിന് ശേഷം അവൻ തിരികെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ സ്കൂളിലെ ആ ഒരു പഴയ ചരിത്രം കാരണം കൊണ്ട് തന്നെ അവിടെ ഒരുപാട് കളിയാക്കലുകളും ടീച്ചർമാരുടെ കുറ്റപ്പെടുത്തലുകളുമെല്ലാം ചാൾസിനെ അലട്ടുന്നുണ്ട്. അങ്ങനെ പതിയെ അവൻ വീട്ടിലേക്ക് മടങ്ങുന്നു. മാതാപിതാക്കൾ ഇവനെ പുറത്ത് വിട്ട്, അതായത് വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വിദേശത്തെ പഠനം, ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വിദേശത്തുള്ള പഠനം ഇവനെ പുതിയ പുതിയ ചിന്താരീതികളിലേക്കും അല്ലെങ്കിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുകളിലേക്കുമൊക്കെ നയിക്കുകയാണ്. ആ പഴയ സ്വഭാവങ്ങളൊക്കെ വിട്ട്, ദുശീലങ്ങളൊക്കെ വിട്ട് പുതിയ കാഴ്ചപ്പാടിലേക്ക് മാറാനായിട്ട് ഈ വിദേശത്തുള്ള പഠനം ഒരുപാട് ജോണിനെ സഹായിച്ചതായിട്ട്, അല്ലെങ്കിൽ ചാൾസിനെ സഹായിച്ചതായിട്ട് ജീവചരിത്രം പറയുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു സന്യാസിയാകണമെന്നുള്ള വലിയ താല്പര്യം ചാൾസിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ, ഈ സെറ്റ്സെ എന്ന് പറയുന്ന ഗ്രാമത്തിൽ 2 ആശ്രമ ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് ഒരു ഫ്രാൻസിസ്കൻ ആശ്രമമായിരുന്നു. രണ്ടാമത്തേത് കപ്പുച്ചിൻ സഭയുടെ ഒരു ആശ്രമമായിരുന്നു. ഇത് രണ്ടിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ചിന്ത ചാൾസിനെ അലട്ടിയിരുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ഈ ഫ്രാൻസിസ്കൻ ആശ്രമം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് ഒന്നാമത്തെ കാരണം ഇതൊരു മലമുകളിലായിരുന്നു എന്നുള്ളതാണ്. മലമുകളിലെ ഒരു ആശ്രമം. അപ്പോൾ അവിടെ ചെല്ലുകയാണെങ്കിൽ ഏത് സമയം പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഈ പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് ചാൾസ് കരുതി. അതുപോലെ തന്നെ മലമുകളിലെ ആശ്രമത്തിൽ നിന്നും ഈ മണിനാദം കേൾക്കുമ്പോൾ, പള്ളിമണിയുടെ നാദമൊക്കെ കേൾക്കുമ്പോൾ, ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ചാൾസിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിരുന്നു. ഈ പള്ളിമണിയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ചാൾസ് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവനിങ്ങനെ ചിന്തിക്കുകയാണ്, സ്വർഗത്തിൽ നിന്നും മാലാഖമാർ കൃത്യമായിട്ട് അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് എന്നവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ പലതവണ ഈ ആശ്രമം സന്ദർശിക്കാനൊക്കെ ആയിട്ട് ഇദ്ദേഹം പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ആശ്രമത്തിലുള്ള സാൽവറ്റർ എന്ന് പറയുന്ന വിശുദ്ധനായിട്ടുള്ള ഒരാളെ കുറിച്ച് ഇദ്ദേഹം കേൾക്കുന്നത്, ഒരു വൈദികനെ കുറിച്ചൊക്കെ ഇദ്ദേഹം കേൾക്കുന്നത്. സാൽവറ്റർ എന്ന് പറയുന്ന ഒരു വൈദികൻ, അതുപോലെ തന്നെ ഇദ്ദേഹത്തെ സ്വാധീനിച്ച മറ്റൊരു വിശുദ്ധനാണ് വിശുദ്ധ പാസ്കൽ ബെയ്ലോൺ എന്ന് പറയുന്ന വിശുദ്ധൻ. ഇവർ രണ്ടുപേരും, ഇവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ തപോനിഷ്ഠകളും ഇദ്ദേഹത്തെ, ഈ ചാൾസിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ജീവചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. 15ാമത്തെ വയസ്സിൽ ഇദ്ദേഹം സന്യാസ ആശ്രമത്തിൽ ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ പിന്നീട് ഒരു 5 വർഷം കൂടി കഴിഞ്ഞിട്ട് ചേർന്നാൽ മതിയെന്ന് ഇദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇനിയുള്ള ഒരു 5 വർഷം ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിനെ, അദ്ദേഹത്തിൻ്റെ ഈ കർഷകനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ്, ഇങ്ങനെ കൃഷിരംഗത്ത് എൻ്റെ പിതാവിനെ ഞാൻ സഹായിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. ഇങ്ങനെ കുടുംബാംഗങ്ങളോട് പറയുകയാണ്, ഞാനൊരു 5 വർഷം കൂടി ഞാനിവിടെ വയലിലൊക്കെ ജോലിയൊക്കെ ചെയ്തോളാം, 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും സന്യാസ ആശ്രമത്തിൽ ചേർന്നോളാം. അപ്പോൾ ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇതിനെ എതിർക്കുകയാണ്. നീ 5 വർഷം കൃഷിപ്പണിയൊന്നും ചെയ്യേണ്ട, കാരണം അത് നിൻ്റെ ദൈവവിളിയെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ചാൾസ് ഭയങ്കര തീക്ഷ്ണതയോടെ തന്നെ പറയുകയാണ്, ഇല്ല, അതെൻ്റെ ദൈവവിളി ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നില്ല, നിങ്ങൾ പേടിക്കേണ്ട. 5 വർഷം ഞാൻ നന്നായിട്ടൊന്ന് കൃഷിപ്പണി ചെയ്തിട്ട് 5 വർഷത്തിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞാൻ സന്യാസ ആശ്രമത്തിൽ ചേരുമെന്ന് കുടുംബാംഗങ്ങൾക്ക് പിന്നെ ഉറപ്പ് നൽകുകയാണ്. പിന്നീടുള്ള ഒരു 5 വർഷത്തോളം ഇദ്ദേഹം കൃഷിപ്പണിയിൽ, അല്ലെങ്കിൽ ആ കൃഷിരംഗത്തിൽ വളരെ തീക്ഷ്ണമായിട്ട് മുഴുകുകയാണ്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചാൾസ് പഠിച്ചു എന്ന് ജീവചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മൃഗങ്ങളോടുള്ള ഇടപഴകലിൽ ഒരുപാട് ക്ഷമ ഇദ്ദേഹം പഠിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ഈ കൃഷിരംഗത്ത് നിന്നും
ഇദ്ദേഹം സ്വന്തമാക്കി എന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ചാൾസിൽ വളർന്നതിനെ കുറിച്ച് ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, പരിശുദ്ധ അമ്മ മറ്റു പല വിശുദ്ധരുടെയും ജീവിതത്തിൽ വരുത്തിയ വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ച് ചാൾസ് അറിഞ്ഞു. ഇതറിഞ്ഞ ഉടൻ പരിശുദ്ധ അമ്മയോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ആത്മബന്ധം വളർത്തിയെടുക്കാനായിട്ട് ചാൾസ് ശ്രമിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള നല്ലൊരു ആത്മബന്ധം പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും ചാൾസ് വളർത്തിയെടുക്കുന്നുണ്ട്. ഈ ജീവചരിത്രം മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, താൻ കണ്ടുമുട്ടിയ പല ആളുകൾക്കും ചാൾസ് സമ്മാനമായിട്ട് നൽകുന്നത് ഒരു ജപമാലയൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം പരിശുദ്ധ അമ്മയുമായിട്ടുള്ള നല്ലൊരു അടുപ്പം ചാൾസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വിശുദ്ധിക്ക് എതിരായിട്ടുള്ള പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഈ ബന്ധമാണ് ഈ പ്രലോഭനങ്ങളെയൊക്കെ വിജയിക്കാനായിട്ട് ചാൾസിനെ സഹായിച്ചിരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സെസയിലെ വിശുദ്ധ പീറ്ററിൻ്റെ നാമത്തിലുള്ള, അല്ലെങ്കിൽ സെൻറ്റ് പീറ്ററിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എന്തോ ഒരു മാറ്റം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം ഉണ്ടാകുന്നത് പോലെ തോന്നുകയാണ്. അതിനെക്കുറിച്ച് വിശുദ്ധ ചാൾസ് തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: പകുതി പ്രാപഞ്ചികമായിട്ട്, എന്ന് പറഞ്ഞാൽ പകുതി ഈ ലോകത്തിലുള്ളതുപോലെയും പകുതി ഞാൻ വേറെ ഏതോ ഒരു ലോകത്തിലാണ് എന്നതുപോലെയുമാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് ഇദ്ദേഹം പറയുകയാണ്. ആ ദർശനത്തിൽ പരിശുദ്ധ അമ്മ ഒരു പ്രാർത്ഥന ചാൾസിനെ പഠിപ്പിച്ചതായിട്ടും ആ പ്രാർത്ഥന വഴി പല പ്രലോഭനങ്ങളെയും അദ്ദേഹം അതിജീവിച്ചതായിട്ടും അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. നല്ല കുമ്പസാരം കഴിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിൽ. അദ്ദേഹം കൂട്ടുകാരോടുമൊത്ത് ആടുകളെ സംരക്ഷിക്കാനായിട്ട് രാത്രിയിൽ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പറയുകയാണ്, ഈ ആടുകളൊക്കെ ഒരു സ്ഥലത്താക്കിയിട്ട് ഇവർ ഒരുമിച്ചാണ് രാത്രിയിൽ കിടക്കാറുള്ളത്. ഒരു സമയം കഴിയുമ്പോൾ ചാൾസ് എണീറ്റിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. ഈ രാത്രിയിൽ തൻ്റെ കൂട്ടുകാരൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എണീറ്റ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്തിനെ കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ചുള്ള ഒരു വിഷമം കാരണം ഇദ്ദേഹത്തിന് ഇങ്ങനെ പിടിച്ചു നിൽക്കാനാകാത്ത സമയങ്ങൾ വരുമ്പോൾ ഇദ്ദേഹം വളരെ സിമ്പിളായിട്ട് ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും, ആ പ്രാർത്ഥനകൾ തന്നെ മാറി മാറി ചൊല്ലുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ ആശ്വാസം ലഭിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. കൃഷിപ്പണി ചെയ്ത് നേടിയിരുന്ന സമ്പാദ്യമെല്ലാം പാവങ്ങളെ സഹായിക്കാനായിട്ട് ഇദ്ദേഹം മാറ്റിവെച്ചതായിട്ട് ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാവങ്ങളോടുള്ള ഒരു അനുകമ്പ വലിയൊരു പുണ്യമായിട്ട് വിശുദ്ധ ചാൾസിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തുടക്കം ഈ കൃഷിപ്പണിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ആരെല്ലാം സഹായം ചോദിച്ചു വന്നാലും അവരെല്ലാം സഹായിച്ചിരുന്ന ഒരു ചാൾസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ദരിദ്രരോടുള്ള ഒരു അനുകമ്പ മരണം വരെ ഇദ്ദേഹം കൊണ്ടു നടന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സന്യാസിയാകാനായിട്ട് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കാനായിട്ട് വീട്ടിലേക്ക് വന്ന ചാൾസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് രോഗം പിടിപെടുന്നത്. ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനും രോഗിയായി തീരുകയാണ്. രണ്ടുപേരും രോഗക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മ വന്ന് ഇദ്ദേഹത്തോട് പറയുകയാണ്, ചാൾസിനോട് പറയുകയാണ്, നിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇങ്ങനെ രോഗിയായി കിടക്കുകയാണ്, ചേട്ടൻ എന്തെങ്കിലും പറ്റിയാൽ നീ തന്നെ ഈ കുടുംബം നോക്കണം. ആ സമയത്ത് സന്യാസിയാകാനായിട്ട് നീ പോയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ബാക്കി കുട്ടികളൊക്കെ തീരെ ചെറുതാണ്, അപ്പനാണെങ്കിൽ പ്രായമായി വരികയാണ്. ചാൾസ് വളരെ വിഷമിച്ച് പരിശുദ്ധ അമ്മയുടെ സഹായം തേടുന്നുണ്ട്. ചാൾസിന് ഉറപ്പായിരുന്നു പരിശുദ്ധ അമ്മയുടെ സഹായം ഈ ഘട്ടത്തിൽ എന്നെ സഹായിക്കുമെന്ന് ചാൾസിന് ഉറപ്പായിരുന്നു. അങ്ങനെ ചാൾസ് വളരെ തീക്ഷ്ണതയോട് കൂടിയിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അധികം വൈകാതെ ചാൾസിൻ്റെ ഈ സഹോദരനും ചാൾസും സുഖം പ്രാപിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം വീണ്ടും സന്യാസത്തിലേക്ക് വീണ്ടും വരാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ഒരു ദർശനം ഉണ്ടാകുന്നത്. ആ ദർശനത്തിൽ ഇദ്ദേഹത്തിന് ഇപ്രകാരം കാണുകയാണ്, ഇദ്ദേഹത്തിൻ്റെ കാലിൻ്റെ താഴെ നിറയെ മുൾച്ചെടികളാണ്. എന്ന് പറഞ്ഞാൽ മുൾച്ചെടികൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്ത് ഇദ്ദേഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുണ്ട്, കാരണം നിറയെ മുൾച്ചെടികളാണ്, ഇതിൻ്റെ മുകളിലാണ് ഇദ്ദേഹം ചവിട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എങ്ങനെ ശ്രമിച്ചിട്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പെട്ടെന്ന് വിശുദ്ധ അന്തോണീസും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും ചേർന്ന് ഇദ്ദേഹത്തെ ഈ മുൾച്ചെടികൾക്കിടയിൽ നിന്നും ഇങ്ങനെ പൊക്കിയെടുത്ത് വേറൊരു സ്ഥലത്ത് വെക്കുകയാണ്. ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്, എൻ്റെ ദൈവവിളി ഈ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ചേരാൻ തന്നെയാണ്. ഈ ഒരു ദർശനത്തിലൂടെ തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ ഫ്രാൻസിസ്കൻ ഒരു സന്യാസിയായിട്ട് തീരും എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ സന്യാസിയാകാനായിട്ട് തീരുമാനമെടുത്ത ചാൾസിന്
അവസാനമായിട്ട് ഒരു ദിവസം കൂടി വീട്ടിൽ നിൽക്കാനായിട്ടുള്ള ഒരു അനുവാദം ലഭിക്കുകയാണ്, ഒരു കത്ത് ലഭിക്കുകയാണ്. ആ കത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഒരു ദിവസം കൂടി നിനക്ക് ഈ വീട്ടിൽ നിൽക്കാം, ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ സന്യാസ ഭവനത്തിലേക്ക് വരണം, പിന്നെ മരണം വരെ അവിടെ തന്നെയായിരിക്കും. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ദിവസം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് അത്താഴത്തിനായിട്ട് വരുന്ന സമയത്ത് ഈ അമ്മ ചാൾസിനോട് പറയുകയാണ്, മോനെ ഒരു ദിവസം കൂടി നീ ഈ വീട്ടിലുള്ളൂ അല്ലേ, ഇത് നിൻ്റെ അവസാനത്തെ ദിവസമാണ് ഈ വീട്ടിലെ, നീ ഇവിടുന്ന് പോകുമ്പോൾ നിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് എന്തെങ്കിലും തരണം, എൻ്റെ മരണം വരെ നിന്നെ ഓർത്തിരിക്കാനായിട്ട് എന്തെങ്കിലും നീ എനിക്ക് തരണം എന്ന് പറയുമ്പോൾ അന്ന് ഈ അമ്മയ്ക്ക് ചാൾസ് കൊടുക്കുന്ന ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരു ജപമാലയാണ്. ഈ ജപമാലയാണ് അന്ന് അമ്മയ്ക്ക് ചാൾസ് സമ്മാനമായിട്ട് നൽകിയത്. പരിശുദ്ധ അമ്മ ചാൾസിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നവളാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവം. പിന്നീട് അദ്ദേഹം സന്യാസ സഭയിൽ ചേരുന്നു. സന്യാസ സഭയിൽ ചേർന്നിട്ട് സന്യാസ വസ്ത്രം ലഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആങ്ങള, നേരത്തെ പറഞ്ഞ ആ വൈദികൻ വരികയാണ്. വൈദികൻ വന്നിട്ട് ഒന്നുകൂടി ഇദ്ദേഹത്തെ ഈ സന്യാസി എന്നുള്ളൊരു പദവിയിൽ നിന്നും പുരോഹിതനാക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചിന്തിച്ച് ഇദ്ദേഹം ഈ സന്യാസ ആശ്രമത്തിലേക്ക് വരുന്നു. എല്ലാവരും കേൾക്കെ ചാൾസിനോട് ചോദിക്കുകയാണ്, ചാൾസെ നിനക്ക് വൈദികനാകാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എൻ്റെ കൂടെ ഇറങ്ങി വരണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു ചിന്തയുണ്ടാവുകയാണ്, എൻ്റെ ഈ അമ്മാവൻ്റെ കൂടെ പോകണോ, എന്നിട്ടൊരു വൈദികനാകണോ, അതോ ഇവിടെ ഒരു പാവപ്പെട്ട ഒരു സന്യാസിയായിട്ട് ജീവിക്കണോ. ഇദ്ദേഹം പെട്ടെന്നൊരു തീരുമാനം ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്നാൽ പിന്നെ വൈദികനായേക്കാം എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സ്വരം ഉള്ളിൽ നിന്ന് വരികയാണ്, നീ വൈദികനാകാനായിട്ട് ഇവിടുന്ന് ഒരടി മുന്നോട്ട് വെച്ചാൽ നിൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു വീഴും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു രോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, അവിടെയുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു രോഗശാന്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം അതിനെക്കുറിച്ച് വീണ്ടും ഒരു സ്വരം ഇദ്ദേഹത്തിന് മനസ്സിൽ കേൾക്കുകയാണ്, നീ വൈദികനാകാനായിട്ട് ഒരടി മുന്നോട്ട് വെച്ചാൽ നിൻ്റെ ചേട്ടൻ അവിടെ മരിച്ചു വീഴും എന്നുള്ളൊരു സ്വരം കേൾക്കുകയാണ്. അദ്ദേഹം ഉടനടി അവിടെ നിന്ന് ഉറച്ച സ്വരത്തിൽ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഞാൻ വൈദികനാകാനായിട്ട് വരുന്നില്ല, മറിച്ച് ഒരു പാവപ്പെട്ട സന്യാസിയായിട്ട് ഈ സഭയിൽ ജീവിച്ച് മരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ്. സന്യാസ സഭയിൽ ചേർന്ന് അധികം വൈകാതെ തന്നെ ഈ സന്യാസ വസ്ത്രം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏറെക്കുറെ ഒരു 3 മാസം കഴിഞ്ഞാൽ ഇവർക്ക് സന്യാസ വസ്ത്രം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും ഇവർക്ക് സന്യാസ വസ്ത്രം ലഭിക്കാത്തത് കൊണ്ട് ചാൾസും മറ്റൊരു കൂട്ടുകാരനും കൂടിയിട്ട് ആശ്രമത്തിൻ്റെ സുപ്പീരിയറിൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്, 3 മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്യാസ വസ്ത്രം തരാമെന്ന് പറഞ്ഞിരുന്നു, അത് തന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ആശ്രമ അധിപൻ പറയുന്നുണ്ട്, നിങ്ങൾ തന്നിരുന്ന ജോലിയൊന്നും നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടൊന്നുമില്ല, നിങ്ങൾ വിശപ്പ് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം എടുത്ത് കഴിച്ചു, നിങ്ങൾക്ക് അങ്ങനെ ഒരു സെൽഫ് കൺട്രോളൊന്നും ഉണ്ടായിരുന്നില്ല, അത് കാരണം നിങ്ങൾ ഈ സ്ഥാനത്തിന് യോഗ്യരൊന്നല്ല, നിങ്ങൾ പൊക്കോ, നിങ്ങളെ ഈ ആശ്രമത്തിൽ നിങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇവർ ആകെ ആശ്ചര്യഭരിതരായിട്ട് ഇങ്ങനെ ആശ്രമത്തിന് പുറത്ത് നിൽക്കുന്നു. ഇവർ തീരുമാനിച്ചു, എന്തായാലും ഇന്ന് രാത്രി എന്തായാലും പോകുന്നില്ല, നാളെ രാവിലെ വരെ നമ്മൾ ഈ ആശ്രമത്തിന് പുറത്ത് തന്നെ നമ്മളിവിടെ നിൽക്കും എന്ന് തീരുമാനിക്കുകയാണ്. ഇങ്ങനെ രാത്രിയായപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആശ്രമത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നു, നിങ്ങൾ പോയില്ലേ, നിങ്ങളുടെ അടുത്ത് ഇവിടുന്ന് പൊക്കോളാനല്ലേ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങളെ കൊണ്ടൊന്നും ഈ പണിക്ക് പറ്റില്ല, നിങ്ങൾ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞിട്ട് ഇവരെ പുറത്താക്കുകയാണ്. പക്ഷെ ഇവർ രണ്ടാളും അവിടെ തന്നെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ കുർബാനയുടെ സമയത്ത് ആശ്രമാധിപൻ വന്ന് നോക്കുമ്പോൾ ഇവർ ഗേറ്റിന് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇവരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇദ്ദേഹം കുർബാനയ്ക്കിടയിൽ ഇവർക്ക് സന്യാസ വസ്ത്രം നൽകുകയാണ്. അതായത് ഏറ്റവും ഒടുവിലായിട്ട് ഒരു ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കിയതായിരുന്നു ഈ ആശ്രമാധിപൻ. പക്ഷേ ഈ പരീക്ഷണത്തിൽ ചാൾസും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും വിജയിക്കുന്നു. അങ്ങനെ സന്യാസികളായിട്ട് സന്യാസ വസ്ത്രം ധരിച്ച് അവർ മാറുകയാണ്. സന്യാസിയായി തീർന്ന ചാൾസിന് ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പ്രലോഭനങ്ങളും നേരിടേണ്ടി വന്നതായിട്ട് ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. അധികാരികളിൽ നിന്നും തൻ്റെ സഹസന്യാസികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒരുപാട് പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നേരിടേണ്ടതായിട്ട് ചാൾസിന് ഇടവന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് പ്രലോഭനങ്ങൾ ഈ അനുസരണത്തെ പ്രതിയും ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധാരണയെ പ്രതിയും ചാൾസിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുകയാണ്. സെറ്റ്സയിലെ വിശുദ്ധ ചാൾസിൻ്റെ ഹൃദയം തുളയ്ക്കപ്പെട്ടതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ചരിത്രം ഇങ്ങനെയാണ്. ചാൾസ് എല്ലാ വിശുദ്ധ കുർബാനയിലും പരിശുദ്ധമായ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും വൈദികനെ തിരുവോസ്തിയെടുത്ത് ഉയർത്തുന്ന സമയത്ത് ചാൾസ് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ നിന്നോടുള്ള പരിശുദ്ധമായ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ എന്ന്. അങ്ങനെ ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികൻ ഇങ്ങനെ തിരുവോസ്തി ഉയർത്തുന്ന സമയത്ത് പെട്ടെന്ന് ചാൾസ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് ഒരു പ്രകാശരശ്മി ചാൾസിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത്
ഇരുമ്പ് ഇങ്ങനെ പഴുപ്പിച്ച് ഹൃദയത്തിൽ വെച്ചാൽ എന്ന പോലെ ചാൾസിന് കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹം ഇങ്ങനെ ബോധം കെട്ട് നിലത്ത് വീഴുകയാണ്. അദ്ദേഹത്തിന് ബോധം വീഴുന്നത് വരെ സഹസന്യാസികൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ബോധം വീണ് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട് എന്തോ സംഭവം എൻ്റെ ഹൃദയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആഴമായിട്ടുള്ളൊരു മുറിവ് അവിടെ കാണപ്പെടുകയാണ്. ആ മുറിവിൽ നിന്നും പലപ്പോഴായിട്ട് രക്തം പുറത്തേക്ക് വന്നിരുന്നതായിട്ടും ജീവചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ ഹൃദയം ഇതേ അവസ്ഥയിൽ കാണപ്പെട്ടതായിട്ട്, അതായത് മുറിവുള്ള രീതിയിൽ കാണപ്പെട്ടതായിട്ടും ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിച്ചിരിക്കെ തന്നെ പലരും വിശുദ്ധനായിട്ട് ഗണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ചാൾസ്. കാരണം തൻ്റെ എളിമ കൊണ്ടും ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ടും ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടും ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് ആശ്വാസം വരുത്തിയും ഈ ചാൾസ് ഇങ്ങനെ ഒരു വിശുദ്ധ പരിവേഷത്തിന് ഉടമയായിട്ട് സമൂഹത്തിൽ ജീവിച്ചിരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സന്യാസ ജീവിതത്തിലായാലും സന്യാസ സമൂഹത്തിലായാലും പുറമേയുള്ള സമൂഹത്തിലായാലും ഒരുപാട് പേർക്ക് ചാൾസിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും വളരെ വിലയുള്ളതായിട്ട്, വളരെ ഉപകാരപ്രദമായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ 1670 ജനുവരി 6-ാം തീയതി വിശുദ്ധ ചാൾസ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. ചാൾസിൻ്റെ മരണശേഷം തൻ്റെ സുഹൃത്തുക്കളായിരുന്ന ഈ സന്യാസികൾക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേറ്റ മുറിവിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ സന്യാസികൾ അവിടുത്തെ സർജനോട് പറഞ്ഞു, ചാൾസിൻ്റെ ശരീരം സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അടക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ചാൾസിൻ്റെ ഹൃദയത്തിൽ ആ മുറിവ് കണ്ടെത്തുകയും ആ മുറിവിന് ഒരു ആണിയോളം വലിപ്പമുണ്ടെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തു. ഈ സഹസന്യാസിമാരുടെ അഭ്യർത്ഥന മാനിച്ച് ഇദ്ദേഹത്തിൻ്റെ ഹൃദയം ശരീരത്തിൽ നിന്നും പുറത്തെടുത്തതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരം അടക്കം ചെയ്തതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നീട് ഒരുപാട് പേര് ഈ വിശുദ്ധ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുകയും വളരെ നാളുകൾക്ക് ശേഷം ഈ കബറിടം തുറന്നു നോക്കുമ്പോൾ അത് ആ ശരീരം അഴുകാതെ ഇരിക്കുന്ന അവസ്ഥയിൽ കണ്ടെത്തുകയും ചെയ്തുവെന്ന് സഭയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. മരണശേഷവും ഒരുപാട് പേർക്ക് വിശുദ്ധ ചാൾസിലൂടെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് 1959 ഏപ്രിൽ 12 ജോൺ 23 മാർപ്പാപ്പ ചാൾസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. സ്നേഹമുള്ളവരെ, സെസ്സയിലെ വിശുദ്ധ ചാൾസിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെ തനിക്ക് ദൈവം അനുവദിച്ച എല്ലാ പ്രലോഭനങ്ങളെയും പ്രാർത്ഥന കൊണ്ട് അതിജീവിച്ച് പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം വഴി, അല്ലെങ്കിൽ പല വിശുദ്ധരിൽ നിന്നുള്ള പല പ്രചോദനങ്ങൾ വഴി എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എങ്ങനെ യാത്രയാകാമെന്ന് വിശുദ്ധ ചാൾസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചാൾസിൻ്റെ ജീവിതത്തിലൂടെ ലഭിച്ച ചില നല്ല പാഠങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് വിശുദ്ധിയിലൂടെ മുന്നോട്ട് നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമുക്കെല്ലാവർക്കും വിശുദ്ധരായി തീരാനായിട്ടുള്ള കൃപ ദൈവം നൽകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.